നമസ്കാരം, ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളമ്പരം ഭാഗത്തേക്കാണ്. എളമ്പരം ഒരു ആമ്പൽപ്പാടമുണ്ട്, അത് കാണാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ ഇത് സ്ഥലം നമ്മുടെ എളമ്പരത്ത് നിന്നും നമ്മൾ വായക്കാട് റോഡോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു സ്ഥലം കേട്ടോ. മനോഹരമായ ഒരു വയൽ പാടമാണ്. ആ പാടം നിറയെ ആമ്പൽ കാഴ്ച കാണാൻ വേണ്ടി പോവാണ്. ഇതൊരു ഗാർഡൻ്റെ ഉള്ളിലൂടെയാണ് ഇങ്ങോട്ടേക്കുള്ള യാത്ര കേട്ടോ. ഒരു ഗാർഡൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് വേണം ഈ ഒരു പാടത്തേക്ക് വയലിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അത് കാരണം ഇവിടെ ആമ്പലെല്ലാം താഴോട്ട് പോയൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവിടെ നമുക്ക് കാണാം, എന്താ അവസ്ഥ നമുക്ക് പോയി കാണാം. എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതാണ് ആ ആമ്പൽ വയൽ എന്നറിയപ്പെടുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ആമ്പലൊന്നുമില്ല, ഒക്കെ മഴ കാരണം ഫുള്ള് വെള്ളത്തിനടിയിലായി കിടക്കുക കേട്ടോ. നിങ്ങൾ തോണിയിലാണ് യാത്ര. തോണി കയറുന്നത് വൈബ് തന്നെ കേട്ടോ. അപ്പോൾ തോണിയിലേക്കുള്ള യാത്രയാണ്. ചെറിയൊരു പൈസയാണ് ഈ ഒരു തോണിയിൽ കയറട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോണി യാത്രയാണ്. അപ്പോൾ ഈ ഒരു തോണിയിലൂടെ ഉള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടൊക്കെയാണ് ഈ തോണിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ല രസമുള്ള യാത്ര തന്നെയാണ്. ഈ ഒരു വയലിലൂടെ ഒരു യാത്രയുണ്ട്. അതിന് ചെറിയൊരു 50 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യാത്ര ഈ ഒരു വയലിലൂടെ നമുക്കൊരു യാത്ര ചെയ്യാവുന്നതാണ്. അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നിരവധി ആളുകളാണ് ഈ ഒരു യാത്ര, അതായത് ഈ ഒരു വയൽ കാണാനും ഈ ഒരു തോണിയിൽ യാത്ര ചെയ്യാനും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഞായറാഴ്ചകളിൽ നിങ്ങൾ കഴിയുന്നത് വരാതിരിക്കുക, കാരണം ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല വൈബാണ്. കാരണം ഒരു 4 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായ കാഴ്ചയാണ്. ഫുള്ള് വയലാണ്, ഫുള്ള് ആമ്പൽ. അതായത് ആമ്പൽ ഇപ്പോൾ ഇല്ല കേട്ടോ. അതായത് കഴിഞ്ഞ മഴ, അതായത് ഇന്നലെ 2 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴ കാരണം കംപ്ലീറ്റ് ആമ്പൽ വെള്ളത്തിന് അടിയിലായി പോയിട്ട്. ഇതേക്കുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ മാവൂർ കഴിഞ്ഞാൽ എളമ്പരമാണ്. എളമ്പരം പുതിയ പാലം കടന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് വായക്കാട് റോഡോട് കയറി കഴിഞ്ഞാൽ ഇടത് ഭാഗത്താണ് ഈ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിലൂടെയാണ് ഈ ഒരു വയലിലേക്കുള്ള ഒരു യാത്ര. ഇപ്പോൾ ഇവിടെ താമരയൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു തോണി യാത്രയുണ്ട്. മനോഹരമായ ഒരു വൈബ് തന്നെയാണ്. അപ്പം അതിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ ഞായറാഴ്ചകളിൽ കഴിയുന്നത് വരാതിരിക്കുക, ഭയങ്കര തിരക്കാണ്. ഞായറാഴ്ച ഒഴികെ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാം. അതേപോലെ തോണി യാത്രകളൊക്കെ ഉണ്ട്. ഇതാണ് ഫോട്ടോ എടുക്കേണ്ടത്. ഇതിന്റെ ഈ ഭാഗം നോക്കി, അതിന്റെ അടിഭാഗം നോക്കി, ഈ ഇല മറിച്ചിടുക, ഫുള്ള് ഇതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ആമ്പൽ വയൽ കേട്ടോ. അപ്പോൾ ആമ്പൽ വയലൊക്കെ നല്ല വയലാണ്, നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കുക. ഈ തോണിയാത്രയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. തോണിയാത്ര ഈ ആമ്പലിലെ ഇലകളുടെ ഇടയിലൂടെയൊക്കെ ഈ ഒരു യാത്ര മനോഹരം തന്നെ കേട്ടോ. അപ്പോൾ അതൊരു വേറെ വൈബ് തന്നെയാണ്. ഈ സ്ഥലം ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ മാവൂർ ഭാഗത്തുനിന്നവരാണെങ്കിൽ മാവൂരിൽ നിന്ന് എളമ്പരം പുതിയ പാലം കടന്ന പാടെ തന്നെ സ്ട്രൈറ്റ് പോയിട്ട് ഫസ്റ്റ് എളമ്പരം അങ്ങാടിയിൽ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്ററിൽ ഏകദേശം ഒരു 500-600 മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്ന സ്ഥലമാണ് ഈ ഒരു വയൽ. തെറ്റാനൊന്നുമില്ല കേട്ടോ. അടുത്ത് തന്നെയാണ്. മലപ്പുറം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് എളമ്പരം വായക്കാട് റോഡോട് ചേർന്നിട്ടാണ് ഈ ഒരു വയൽ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഞായറാഴ്ച വരികയാണെങ്കിൽ ഞായറാഴ്ച കഴിഞ്ഞാൽ വരാതിരിക്കുക. കാരണം ഞായറാഴ്ചയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ദിവസങ്ങൾ വെച്ചാൽ നിങ്ങൾ വരിക. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ 2 തോണിയേ ഉള്ളൂ. അപ്പം ഫുൾ തിരക്കായിരിക്കും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ വരാൻ നോക്കുക. അപ്പോഴൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ചങ്ങ് പോകാം. അത് മാത്രമല്ല, ഇവിടെ ചെടി വെക്കുന്ന പാത്രങ്ങളും മറ്റ് ചെടികളും മറ്റ് ഐറ്റംസുകളൊക്കെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ വളരെ റേറ്റ് കുറച്ചാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്.